അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ അള്ളാഹു ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിച്ച ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ പാവപ്പെട്ടവനായ സുഹൃത്തിന്റെയും ഉദാഹരണമാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ പറയുന്നത്. അനുഗ്രഹങ്ങൾ ലഭിച്ച വ്യക്തി അള്ളാഹുവിനെ മറക്കുകയും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയും ചെയ്തപ്പോൾ പാവപ്പെട്ടവൻ തൻ്റെ ദരിദ്രാവസ്ഥയിലും അള്ളാഹുവിനോട് നന്ദിയുള്ളവനായി ജീവിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഈ ഉദാഹരണത്തിൽ വിവരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അതല്ല ഒരു ഉദാഹരണം മാത്രമാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമില്ല. ഇത് വെറും ഉദാഹരണം മാത്രമാണെന്നും ആരെയും പ്രത്യേകം ഉദ്ദേശിച്ചിട്ടില്ല എന്നും ചില പണ്ഡിതന്മാർ പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഖ്സൂം ഗോത്രത്തിലെ 2 സഹോദരങ്ങളെയാണ് ഈ ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കുന്നതെന്നും അവരിൽ ഒരാൾ സത്യനിഷേധിയും ഒരാൾ വിശ്വാസിയുമായിരുന്നു എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതല്ല, ഇസ്രായേല്യരിൽപ്പെട്ട 2 സഹോദരങ്ങളുടെ ചരിത്രത്തെയാണ് ഈ ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് മറ്റു ചിലരും പറയുന്നു. ഏതായാലും ഈ പറഞ്ഞതൊന്നും തെളിവിന്റെ പിൻബലത്തോടെ ആധികാരികമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളല്ല. 13 ആയത്തുകളിലായി വിവരിക്കുന്ന ഈ ഉദാഹരണം പറഞ്ഞു തുടങ്ങുന്ന 32 മുതൽ 34 വരെയുള്ള 3 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. വളരിബ് ലഹും മസലൻ, നബിയെ അവർക്ക് താങ്കൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അവർക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിതരായിട്ടുള്ള മുശ്രിക്കുകൾക്ക്, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് എന്നാണ് ആ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉദ്ദേശിച്ചത്. എന്നാൽ ഖുർആൻ വായിക്കുന്ന എക്കാലത്തെയും എല്ലാ മനുഷ്യർക്കും പഠിക്കാനുള്ളതാണ് ഈ വിവരിക്കുന്ന ഉദാഹരണത്തിലെ പാഠങ്ങൾ. റജുലൈനി, 2 ആളുകളുടെ സംഭവം ഒരു ഉദാഹരണമായി നബിയെ താങ്കൾക്ക് നാം വിവരിച്ചു തരാം. അത് താങ്കൾ അവർക്ക് വിവരിച്ചു നൽകുക. ജഅൽനാ ലി അഹദിഹിമ ജന്നതൈനി, ആ 2 പേരിൽ ഒരാൾക്ക് നാം 2 തോട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. മിൻ അഅനാബിൻ, മുന്തിരിയുടെ. വ ഹഫഫ്നാഹുമാ ബിനഖ്ലിൻ, ആ 2 തോട്ടത്തെയും ഈത്തപ്പന കൊണ്ട് നാം പൊതിയുകയും ചെയ്തു, വലയം ചെയ്യുകയും ചെയ്തു. വിവിധ ഇനം മുന്തിരികൾ വിളയുന്ന നല്ല 2 മുന്തിരിത്തോട്ടങ്ങൾ നൽകി ആ 2 പേരിൽ ഒരാൾക്ക്. നല്ല മുന്തിയ ഇനം വിവിധ തരത്തിലുള്ള മുന്തിരികൾ വിളയുന്ന 2 തോട്ടങ്ങൾ. ആ മുന്തിരിത്തോട്ടങ്ങൾക്ക് ചുറ്റുപുറവുമായി ഈത്തപ്പനകളും. അന്നത്തെ കാലത്തെ ഒരു വലിയ സമ്പത്തിന്റെ അടയാളമായിരുന്നു ഇത്തരം തോട്ടങ്ങൾ. 2 തോട്ടങ്ങൾ എന്ന് പറഞ്ഞതിലൂടെ വലിയ സാമ്പത്തിക സുസ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു തോട്ടം തന്നെ വലിയ സൗഭാഗ്യമാണ്. ഇവിടെ സൗഭാഗ്യത്തിനുമേൽ സൗഭാഗ്യമായി കൊണ്ട് എന്നാവും 2 തോട്ടങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വജഅൽനാ ബൈനഹുമാ സർഅ, അതിന് 2-നുമിടയിൽ, തോട്ടങ്ങൾക്ക് 2-നുമിടയിൽ വിവിധ കൃഷികളും ഉണ്ടാക്കി. ഈ 2 തോട്ടത്തിനുമിടയിൽ മധ്യത്തിലായി വിവിധ ധാന്യങ്ങളും പച്ചക്കറികളും വിളയുന്ന കൃഷിസ്ഥലവും ഉണ്ടാക്കി കൊടുത്തു. അന്നത്തെ കാലത്തെ ധനാഢ്യരായിരുന്ന അറബികളുടെ മികച്ച തോട്ടസങ്കല്പം ഇങ്ങനെയുള്ള തോട്ടങ്ങളായിരുന്നു. നടുവിൽ കൃഷിസ്ഥലം, അതിന് ചുറ്റുഭാഗവും മുന്തിരിവള്ളികൾ, തോട്ടങ്ങളുടെ ചുറ്റുഭാഗവും ഈത്തപ്പനകളും. ഇപ്പോഴും മരുഭൂമിയിൽ പോലും വെള്ളം നനച്ചുകൊണ്ടും മറ്റും അറബികൾ ഉണ്ടാക്കുന്ന തോട്ടങ്ങൾക്ക് നടുവിൽ കൃഷിയും ചുറ്റുപാടും ഈത്തപ്പനകളുമുള്ള രീതി നമുക്ക് കാണാൻ കഴിയും. ഈ 2 തോട്ടങ്ങൾക്കുമിടയിലൂടെ ഒരു അരുവി, ഒരു പുഴ അള്ളാഹു ഒഴുക്കി കൊടുക്കുകയും ചെയ്തു എന്ന് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല തോട്ടം യാതൊരു കുറവും വരുത്താതെ നല്ല വിളകൾ നൽകിക്കൊണ്ടിരുന്നു എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നത്തെ സങ്കല്പത്തിലുള്ള ഏറ്റവും നല്ല സാമ്പത്തികാവസ്ഥ ആ മനുഷ്യന് അള്ളാഹു നൽകി എന്നാണ്. കിൽത്തൽ ജന്നത്തൈനി, ആ 2 തോട്ടങ്ങളും ആത്തത്ത് ഉക്കുലഹ, അതിൻ്റെ വിളവ് നൽകി. തോട്ടത്തിലെ മുന്തിരിവള്ളികളും ഈത്തപ്പനകളും മറ്റു കൃഷികളുമെല്ലാം നന്നായി വിളവ് നൽകിക്കൊണ്ടിരുന്നു. വലം തളിലും മിൻഹു ഷൈഅ, അതിൽ നിന്നൊന്നും ആക്രമിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കുറവും വന്നില്ല. വിളവ് ലഭിക്കുന്നതിൽ ഒരു കുറവും വന്നില്ല, നല്ല വിളവ് കിട്ടി. ഫജ്ജർനാ ഖിലാലഹുമാ നഹറ, അവ 2-നുമിടയിൽ ഒരു പുഴ നാം ഒഴുക്കി കൊടുക്കുകയും ചെയ്തു. ഫജ്ജർന, നാം ഒഴുക്കി കൊടുക്കുകയും ചെയ്തു. ഖിലാലഹുമ, അതിന് 2-നുമിടയിൽ, തോട്ടങ്ങൾക്ക് 2-നുമിടയിൽ, നെഹറൻ, ഒരു പുഴ. എന്ന് മാത്രമല്ല വക്കാന ലഹു സമറുൻ,
അയാൾക്ക് ഫലങ്ങളും ഉണ്ടായിരുന്നു, സാമ്പത്തിക വരുമാനവും ഉണ്ടായിരുന്നു. അയാൾക്ക് ഈ തോട്ടങ്ങളിലെ ഫലങ്ങൾക്ക് പുറമെ വേറെയും പല വിധത്തിലുള്ള സാമ്പത്തിക വരുമാനങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ നിലക്കും അള്ളാഹു അദ്ദേഹത്തെ വലിയ തോതിൽ അനുഗ്രഹിച്ച ആ സന്ദർഭത്തിൽ തൻ്റെ സമ്പത്തിൽ ഊറ്റം കൊണ്ടുകൊണ്ട് ഫഖാല ലി സാഹിബിഹി, അയാളുടെ ചങ്ങാതിയോട് പറഞ്ഞു, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൻ്റെ സുഹൃത്തിനോട് അയാൾ പറഞ്ഞു, വഹുവ യുഹാവിറുഹു, അയാളുമായി സംഭാഷണത്തിലേർപ്പെട്ടപ്പോൾ തൻ്റെ പാവപ്പെട്ടവനായ സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അയാൾ സുഹൃത്തിനോട് പറഞ്ഞു, അന അക്സറു മിൻക മാലം വ അഅ്സു നഫറ, ഞാൻ നിന്നെക്കാൾ സമ്പത്തുള്ളവനും ബന്ധുബലം കൊണ്ട് നിന്നെക്കാൾ കൂടുതൽ പ്രതാപമുള്ളവനുമാണ്. അള്ളാഹു നൽകിയ നല്ല സാമ്പത്തിക സ്ഥിതിയിലും കുടുംബ മഹിമയിലും അഹങ്കരിച്ചുകൊണ്ടാണ് അയാൾ ഇത് പറയുന്നത്. അന അക്സറു മിൻക മാലൻ, ഞാൻ നിന്നെക്കാൾ കൂടുതൽ പണമുള്ളവനാണ്. വ അഅ്സു നഫറ, ആൾബലത്തിലും നിന്നെക്കാൾ കൂടുതൽ പ്രതാപവാനാണ് ഞാൻ. മക്കളും കുടുംബ ബന്ധു മിത്രാദികളൊക്കെയായി അയാൾക്കൊപ്പം അയാൾക്ക് പിന്തുണയും സഹായവുമായി കുറേ ആളുകളും ഉണ്ടായിരുന്നു. അന്നും ഇന്നും സമ്പത്തും കുടുംബശക്തിയുമാണ് ഏറ്റവും വലിയ പദവിയായി അഹങ്കാരത്തോടെ പലരും പറഞ്ഞു നടക്കുന്നത്. അതാണ് ഇയാളും തൻ്റെ സമ്പത്തിലും കുടുംബശക്തിയിലും മതിമറന്നുകൊണ്ട് താനൊക്കെ പാവപ്പെട്ടവനല്ലേ, തന്നെക്കാൾ ഉയർന്ന പദവിയിലാണ് ഞാൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.